ദൈവശബ്ദം മുഴങ്ങിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശബ്ദം മുഴങ്ങിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. യേശുവിന്റെ കൂടെ നടന്ന പത്രോസ് അപ്പോസ്തലൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടതാ. എന്നിട്ടും അവസാനം പത്രോസ് എന്ത് ചെയ്തു? മീൻ പിടിക്കാൻ പോയി. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പത്രോസ് മീൻ പിടിക്കാൻ പോയി. പത്രോസ് മീൻ പിടിക്കാൻ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റു ശിഷ്യന്മാരെന്ത് പറഞ്ഞു? ഞങ്ങളും വരുന്നു. എല്ലാവരും മീൻ പിടിക്കാൻ പോയി. മനുഷ്യരെ പിടിക്കാനായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തിരുന്ന യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാര് വീണ്ടും മീൻ പിടിക്കാൻ പോകുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിയും തിരിച്ചറിയണം, നമ്മളെ മനുഷ്യരെ പിടിക്കാൻ വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്തതാണ്. നമ്മളെ എല്ലാവരെയും കർത്താവ് മനുഷ്യരെ പിടിക്കാൻ വേണ്ടി തന്നെ തിരഞ്ഞെടുത്തിരിക്കുക. നമ്മൾ ഓരോരുത്തരും മനുഷ്യരെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടവരാ. അനുഗ്രഹം വാങ്ങിച്ച് ആനന്ദിച്ചു മടങ്ങിയാൽ പോരാ. എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ ഈ ഒരു ലെവലിലൊക്കെ ചിന്തിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു പോയി. പത്രോസും ശിഷ്യന്മാരുടെ മീൻ പിടിക്കാനായിട്ട് പോയി. എന്നിട്ട് എന്താ സംഭവിച്ചത്? രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു. മീനെ കിട്ടിയോ? ഒറ്റ മീനെ പോലും രാത്രി മുഴുവൻ അധ്വാനിച്ചു. അവർക്കൊന്നും കിട്ടിയില്ല എന്നാണ് വചനത്തിൽ പറയുന്നത്. യേശുവിനെ കൂടാതെ ജീവിതത്തിൽ അധ്വാനിച്ചാൽ ഒന്നും ഉണ്ടാവത്തില്ല, ഉറപ്പാണ്. യേശുവിനെ കൂടാതെ ജീവിതത്തിൽ അധ്വാനിക്കുന്നവർക്ക് ഒന്നും മിച്ചം ഉണ്ടാവത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ ഒരു സഹോദരൻ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. ഭയങ്കര കഠിനാധ്വാനം. ഒരു ദിവസം 18-20 മണിക്കൂറൊക്കെ ജോലി ചെയ്യും. വിദേശത്താ ജോലി, ഗൾഫിലാണ്. ബിസിനസ് ഉണ്ടായി, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബിസിനസ് വളർന്നു, ഭയങ്കര നില സമ്പത്തൊക്കെ ആയി. അവസാനം ഒരു ചതിക്കണി ചെന്നുപെട്ടു. ഉണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന പങ്ക് ബിസിനസ്സുകാർ തന്നെ ആ സഹോദരനെ ചതിച്ചു. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഒരു ദിവസം 18-20 മണിക്കൂർ ജോലി ചെയ്തു. ദൈവത്തെ തേടുവാൻ സമയമില്ലായിരുന്നു. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ സമയമില്ലായിരുന്നു. പ്രാർത്ഥിക്കാൻ സമയമില്ല. ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഇരിക്കാൻ സമയമില്ല. ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സമയമില്ല. ഒന്നിനും സമയമില്ലാതെ തിരക്ക് പിടിച്ച ജീവിതം. ദിവസം 18-20 മണിക്കൂറൊക്കെ ജോലി ചെയ്യുക. അതുപോലെ അധ്വാനിച്ചു, രാപകൽ അധ്വാനിച്ചു. കൂടെ ഉണ്ടായിരുന്നവർ ചതിച്ച് അവസാനം എല്ലാം നഷ്ടപ്പെട്ട് കൈകൾ ശൂന്യമായി. ഭാരിച്ച തുകകൾ പലയിടത്തും കടമായി. ചെക്കുകൾ, ഇദ്ദേഹത്തിൻ്റെ ചെക്കുകൾ മറ്റൊരു കൊടുത്തതാണ്. അങ്ങനെ കൊടുത്ത് ചെക്കുകളെല്ലാം കടബാധ്യത. സാധനം ജയിലിൽ കിടക്കേണ്ടി വന്നു. സാധനം എല്ലാം തീർന്നു. ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. യേശുവിനെ കൂടാതെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ തേടിയാലും അത് നഷ്ടമാകുമെന്ന് ആദ്യമേ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. പലരുടെയും ജീവിതത്തിൻ്റെ തകർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. യേശുവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ അവർക്ക് സമയമില്ലായിരുന്നു.
യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവർക്ക് സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. ജീവിതം മുഴുവൻ അധ്വാനിച്ചു. ഇന്ന് മിച്ചം വല്ലതും ഉണ്ടോ? ഒന്നും മിച്ചമില്ല. ജീവിതത്തിൽ എല്ലാം കൈവിട്ടു പോകുന്ന ദുരവസ്ഥയിൽ ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങി, പക്ഷേ യേശുവിനെ ഹൃദയത്തിൽ വഹിക്കുവാനോ യേശുവിന് വേണ്ടി ജീവിക്കാനോ അവർക്ക് സാധിച്ചില്ല. അതിനവർക്ക് സമയമില്ലായിരുന്നു. അവർക്ക് വേണ്ടിയിരുന്നത് അനുഗ്രഹങ്ങളായിരുന്നു. അനുഗ്രഹദാതാവിനെ ഹൃദയത്തിൽ ആക്കുവാൻ നമുക്ക് സാധിക്കണം. അനുഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. അനുഗ്രഹിക്കുന്ന യേശു നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ഈ യേശുവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഓടിയിട്ട് എന്താ അർത്ഥമിരിക്കുന്നത്? അതുകൊണ്ട് ഈ കൺവെൻഷൻ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിട്ട് മാറണം. നമ്മുടെ ജീവിതത്തിൽ ഭൗതിക നന്മകൾ വാങ്ങുക, ചോദിക്കുക, അതിനുവേണ്ടി മാത്രമായിട്ട് കൺവെൻഷൻ കൂടുന്ന ആ ഒരു ശൈലി അങ്ങോട്ട് മാറ്റിയിട്ട് എനിക്ക് കൺവെൻഷനിൽ എൻ്റെ കർത്താവിനെ വേണം, കർത്താവുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ട് എന്നുള്ള ആത്മീയ തിരിച്ചറിവിലേക്ക് വിശ്വാസികൾ വരട്ടെ. വചനം കേൾക്കുമ്പോൾ നമ്മൾ യേശുവിനെയാണ് കേൾക്കുന്നത്. വചനം സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശുവിനെയാണ് സ്വീകരിക്കുന്നത്. വചനം അനുസരിക്കുമ്പോൾ നമ്മൾ യേശുവിനെയാണ് അനുസരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും ചെന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ഈ അടുത്ത നാളിൽ നല്ലൊരു മനുഷ്യനെ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് നല്ലൊരു ചേട്ടനെ പരിചയപ്പെട്ടു. നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന, ചെറിയ ദൈവ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നൊരു ചേട്ടൻ. നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹത്തിന് 3 മക്കൾ. ഒരു മോള് കല്യാണം കഴിച്ചു, ഒരു മോനും ഒരു മോളും കൂടെ കല്യാണം കഴിക്കാറുണ്ട്. മോക്ക് ജോലിയുണ്ട്, മോൻ പഠിക്കുന്നു. നല്ല കുടുംബം. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് 92 വയസ്സ് പ്രായം. നല്ലൊരു അമ്മച്ചി ടീച്ചറായിരുന്നു, ഇപ്പോൾ റിട്ടയറൊക്കെ ആയി. ഇത് മൂത്ത മോനാണ്. വേറെ ഇളയ മക്കളുണ്ട്, പക്ഷേ ഈ അമ്മ മൂത്ത മോൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. മൂത്ത മോനെ ബിസിനസ്സുകാരനാണ്, നല്ല ഒരു ദൈവ ശുശ്രൂഷകനുമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ 16 വർഷമായി മാനസികമായിട്ട് അല്പം പ്രയാസം ഉണ്ടായിട്ട് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിലെ അവസ്ഥയാണിത്. ആ മനുഷ്യനും ആ കുടുംബവുമായിട്ട് കുറേ സമയം ഒന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ 92 വയസ്സുള്ള അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അമ്മയെ വിളിച്ച് ആ കെട്ടിപ്പിടിച്ചിരുന്നിട്ട്, അമ്മയുടെ പേര് ഇവരോടൊന്ന് പറയാമോ? അമ്മ നേരത്തെ എന്നായിരുന്നു? ടീച്ചറായിരുന്നു, ഏത് സ്കൂളിലാണ് പഠിപ്പിച്ച്? അവൻ പറയുന്നതിന് മറുപടി പറയും ഈ അമ്മ. നല്ലൊരമ്മ, എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നി, ഭയങ്കര സ്നേഹം തോന്നി. 92 വയസ്സ് പ്രായമുള്ളൊരമ്മ. ഈ മകൻ, ഈ അമ്മയുടെ മൂത്ത മകനെ, വേറെ ഇളയ മക്കളൊക്കെ ഉണ്ട്, എല്ലാവരും നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, നല്ല കുടുംബമാണ്. ഈ അമ്മ ഈ മകൻ അങ്ങോട്ട് സ്നേഹിക്കുന്ന കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി. അതുപോലെ ഈ മകൻ അമ്മയെ ഭയങ്കര സ്നേഹമാണ്. അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് സ്വന്തം ഭാര്യ 16 വർഷമായിട്ട് മാനസിക രോഗത്തിന് ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന, മരുന്ന് കഴിക്കുന്ന തൻ്റെ ഭാര്യയോട് ആ മനുഷ്യൻ കാണിക്കുന്ന കരുതലും സ്നേഹവും. ശരിക്കും പറയാലോ, ഇതുപോലെ സ്വന്തം ഭാര്യയും അമ്മയെ സ്നേഹിക്കുന്ന, സ്നേഹം കൊടുക്കുന്നൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അത് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട മറ്റ് ശുശ്രൂഷകർ പറയുകയാണ്, ഇതുപോലെ ഭാര്യയെ സ്നേഹിക്കുന്ന, അമ്മയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സിമ്പിളായി മനുഷ്യൻ. സമ്പത്തൊക്കെ ദൈവം ധാരാളം കൊടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ 16 വർഷമായിട്ട് മാനസിക രോഗിയായ തൻ്റെ ഭാര്യയെ ഒരു കുഞ്ഞിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നോ അതുപോലെ മരുന്നും കൊടുത്ത്, ശുശ്രൂഷയും കൊടുത്ത്, സ്നേഹം കൊടുത്ത് കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ. 92 വയസ്സുള്ള തൻ്റെ പെറ്റമ്മയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. ഇതെങ്ങനെ പറ്റൂ ഇതുപോലെ സ്നേഹിക്കുവാൻ? ആ മനുഷ്യനുമായിട്ട് കുറച്ച് സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആ വ്യക്തി യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം മുഴുവൻ അനുഭവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറയെ യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇടയ്ക്ക് ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ മനുഷ്യൻ വിതുമ്പി കരയുക, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട്. എനിക്ക് കരച്ചിൽ വന്നു ഈ മനുഷ്യൻ്റെ കരച്ചിൽ കണ്ട്. അത്രയ്ക്ക് നിഷ്കളങ്കനാണ്. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയാതെ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാനോ അവരോട് കരുണ കാണിക്കാനോ സാധിക്കത്തില്ല. എന്താണ് ഈ കരുണ എന്ന് പറയുന്നത്? ഞാൻ പറയുന്നു, സ്നേഹത്തിൻ്റെ അടുത്ത ഒരു സ്റ്റേജാണ് കരുണ. തൻ്റെ 16 വർഷമായിട്ട് മാനസരോഗിയായ ഭാര്യയെ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുന്ന സ്നേഹിക്കുന്ന മനുഷ്യൻ്റെ ആ ഭാവം മുഴുവൻ ഒരു കരുണയാണ്. ഭയങ്കരമായിട്ട് തൻ്റെ ഭാര്യയോട് കരുണ കാണിക്കുക. 92 വയസ്സുള്ള അമ്മയുടെ അടുത്തിരുന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച അമ്മയോട് വർത്തമാനം പറയുമ്പോൾ ഭയങ്കര കരുണ നമുക്കറിയാം, നമ്മളത് ഫീൽ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ അടുത്ത ഒരു സ്റ്റേജാണ് കരുണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്നേഹവും കരുണയും നമ്മിൽ നിറയണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കാതെ സ്നേഹത്തിൻ്റെ ഒരു മനുഷ്യനായി, കരുണയുടെ ഒരു മനുഷ്യനായി എനിക്കും നിങ്ങൾക്കും മാറുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കുക. അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ, കരുണ കാണിക്കുന്ന ക്രിസ്തുവിനെ, സഹിച്ച ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഞ്ചു നിറച്ച് അനുഗ്രഹങ്ങൾ അവൻ തരും. പക്ഷെ അനുഗ്രഹം എന്നതിലുപരിയായിട്ട് അനുഗ്രഹിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിലായി കഴിയുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുണ്ട് എന്നുള്ള ആത്മീയ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. രാത്രി മുഴുവന് അധ്വാനിച്ചിട്ട് പത്രോസിനോ കൂടെയുള്ള ശിഷ്യന്മാർക്കോ ഒറ്റ മത്സ്യത്തെ പോലും കിട്ടിയില്ല എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലാണ് ഈ സംഭവം നമ്മൾ വായിക്കുന്നത്. ഒറ്റ മീനിനെ പോലും അവർക്ക് കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു. ദൈവത്തിൻ്റെ ജനമേ, യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നീ അധ്വാനിച്ചാൽ നിന്റെ അധ്വാനങ്ങൾ ഫലമാവത്തില്ല. ജീവിതത്തിൽ യേശുവിനെ ഒഴിവാക്കിക്കൊണ്ട് എന്തൊക്കെ നേട്ടമുണ്ടാക്കിയാലും ആ നേട്ടങ്ങൾ നിന്റെ ജീവിതത്തെ വിജയത്തിലെത്തിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ യേശുവിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടൊരു ജീവിതത്തിലേക്ക് വരണം. എല്ലാം യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിൻ്റെ ഇഷ്ടവും യേശുവിൻ്റെ ഹിതവും അന്വേഷിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസൊക്കെ അധ്വാനിച്ചു, ഒറ്റ മീനിനെ പോലും കിട്ടിയില്ല. വെളുപ്പാങ്കാലമായപ്പോൾ കടലിൻ്റെ കരയിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, കുഞ്ഞുങ്ങളെ, മീനൊന്നും കിട്ടിയില്ലേ? ഇല്ല. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയെറിയാനായിട്ടാണ് പറയുന്നത്. കരയ്ക്ക് നിന്ന് അവരോട് സംസാരിച്ചതാരാ? യേശുവാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? ഭയങ്കര സങ്കടത്തിലാണ് അവര്. മീനൊന്നും കിട്ടിയില്ല, അധ്വാനിച്ചിട്ടൊന്നുമില്ല. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. അവര് യേശുവാണെന്ന് പോലും തിരിച്ചറിയാതെ ആ ശബ്ദത്തെ അനുസരിക്കുക. അവർ കേട്ട ശബ്ദം വള്ളത്തിൻ്റെ വലതുവശത്ത് വല എറിയുക. ആ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു, യേശുവിൻ്റെ ശബ്ദമായിരുന്നു. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയെറിയുക. അവർ വലയെറിഞ്ഞു. അവർ എവിടെ വലയിട്ടോ അവിടെ വലയ്ക്കുള്ളിലേക്ക് മത്സ്യം തിക്കിക്കയറുകയാണ്. കാരണം വലയ്ക്കകത്തന്നെ മീൻ കയറാൻ കാര്യം. യേശു പറഞ്ഞതനുസരിച്ചാണ് അവർ വലയിട്ടത്. അവിടെ യേശുവിൻ്റെ വാക്കിൻ്റെ മേലെ അവർ വലയെറിഞ്ഞിരിക്കുന്നത്. മത്സ്യമെല്ലാം വലയ്ക്കകത്ത് ചാടി കയറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്സ്യങ്ങൾ നല്ല മുഴുത്ത മത്സ്യം നോക്കി ചാടി വലയ്ക്കകത്ത് കയറുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ മത്സ്യങ്ങളെല്ലാം യേശുവിൻ്റെ വാക്ക് കേട്ട് രക്തസാക്ഷികളായിട്ട് മാറുക. 153 വലിയ മത്സ്യങ്ങൾ കരയ്ക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാം ചത്തുപോയില്ലേ? ഇല്ലേ? അതെ. അപ്പോൾ ആദ്യത്തെ രക്തസാക്ഷികളാണ് 153 വലിയ മത്സ്യങ്ങൾ. അവർ വലയ്ക്കകത്ത് ചാടിക്കറി യേശുവിൻ്റെ വാക്കനുസരിച്ച് വലയെറിഞ്ഞു. വലയ്ക്കുള്ളിലേക്ക് മത്സ്യങ്ങൾ ചാടിക്കയറുകയാ. ഇവർ വല വലിക്കുമ്പോൾ ഇതാ വലയ്ക്ക് നല്ല കനം,
വല നിറച്ചു മീന്. അന്നേരം യോഹന്നാൻ സ്ലീഹ ഒരു വലിയ തിരിച്ചറിവിലേക്ക് വന്നു. ഇത് കർത്താവിൻ്റെ വാക്കനുസരിച്ച് വലയെറിഞ്ഞത് കൊണ്ടാണ് വല നിറച്ച് മത്സ്യം കയറിയിരിക്കുന്നത്. യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, അത് നമ്മുടെ കർത്താവാണ്, അത് നമ്മുടെ കർത്താവാണ്. യോഹന്നാൻ വിളിച്ചു പറയുക, അത് നമ്മുടെ കർത്താവാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വല നിറച്ച് മീൻ കിട്ടിയപ്പോൾ, അനുഗ്രഹം കിട്ടിയപ്പോൾ, സൗഖ്യം കിട്ടിയപ്പോൾ, മക്കളെ കിട്ടിയപ്പോൾ, ജോലി കിട്ടിയപ്പോൾ, ബിസിനസ് മെച്ചമായപ്പോൾ ഇത് കർത്താവ് തന്നതാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല. പലർക്കും പറ്റിയ അബദ്ധമായത്. ഇത് തന്നത് കർത്താവാണെന്ന് അറിയാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ വഴികളിലൂടെ നമ്മൾ ജീവിച്ചു. അതുകൊണ്ട് അതിൻ്റെ തകർച്ച മുഴുവൻ ഇന്ന് അനേക വ്യക്തികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം വഴിയിലൂടെ ജീവിച്ചവർ, ദൈവത്തിൻ്റെ വചനത്തെ മറന്നവർ, ക്രിസ്തുവിനെ മറന്നവർ ഇന്ന് അതിൻ്റെ തകർച്ചകൾ ധാരാളമായിട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ തകർച്ചയിൽ നിന്ന് ഉറപ്പാണ് കർത്താവ് ഒരു മോചനം നൽകും. ഉറപ്പാണ് കർത്താവ് ഒരു മോചനം നൽകും. യേശയ്യ 50:2 ഇങ്ങനെ പറയുന്നുണ്ട്, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരങ്ങൾക്ക് ശക്തിയില്ലേ, എൻ്റെ കരങ്ങൾ കുറിപ്പോയോ, നിന്നെ മോചിപ്പിക്കുവാൻ എനിക്ക് ശക്തിയില്ലേ. നിന്നെ രക്ഷിക്കുവാൻ എനിക്ക് ശക്തിയുണ്ട്, നിന്നെ മോചിപ്പിക്കുവാൻ എനിക്ക് ശക്തിയുണ്ട്. നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ മോചിപ്പിക്കാൻ, ഏതു തകർച്ചയിലാണെങ്കിലും അവിടെ നിന്ന് നിന്നെ രക്ഷിക്കുവാനും മോചിപ്പിക്കുവാനും എനിക്ക് ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനം നമുക്കൊരു ഉറപ്പ് തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, അത് നമ്മുടെ കർത്താവാണ്, അത് നമ്മുടെ കർത്താവാണ്. ഇത് കേട്ടപ്പോൾ പത്രോസ് അപ്പോസ്തലന് എന്താ ചെയ്തത്? തൻ്റെ പുറങ്കുപ്പായം എടുത്ത് ധരിച്ചുകൊണ്ട് കടലേക്ക് ചാടി എന്നാ പറയുന്നത്. കടലേക്ക് ചാടിയിട്ട് നീന്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു ആത്മീയ രഹസ്യമുണ്ട്. പത്രോസ് മറ്റൊന്നും ചിന്തിക്കുന്നില്ല. യോഹന്നാൻ പറഞ്ഞത് കർത്താവാണെന്ന്. അത് കേട്ടപടി പുറങ്കുപ്പായം എടുത്ത് ധരിച്ചു, കടലിലേക്ക് എടുത്ത് ചാടുക. വല നിറച്ച് കിട്ടിയ മീനേ വേണ്ട പത്രോസിന്. വല നിറച്ച് മീനുണ്ട്, അത് വേണ്ട. കൂടെയുള്ള സഹോദരങ്ങളുണ്ട്, വള്ളമുണ്ട്, ഇതൊന്നും പത്രോസിന് വേണ്ട. അത് കർത്താവാണെന്ന് കേട്ട മാത്രയിൽ പത്രോസ് വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ആയിരിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ നീ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് മുൻപോട്ടും പിൻപോട്ടും നോക്കത്തില്ല, എടുത്തു ചാടുകയാണ്. കടലിലേക്ക് പത്രോസ് ചാടി. പത്രോസ് നീന്തുകയാ. തിരകളെ മുറിച്ചുകൊണ്ട്, തിരമാലകളെ മുറിച്ചുകൊണ്ട് കടൽ കരയെ ലക്ഷ്യമാക്കി നീന്തുകയാ. കടൽ കരയിൽ ഒരാൾ നിൽപ്പുണ്ട്. അവന്റെ പേര് യേശു എന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവിടെ കരയിൽ നിൽപ്പുണ്ട്. പത്രോസിന് മുൻപിൽ ഇപ്പോൾ വലയില്ല, മത്സ്യമില്ല, കൂട്ടുകാരില്ല, വള്ളമില്ല, ഒന്നുമില്ല. കർത്താവാണെന്ന് കേട്ടു, ഉടൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. തിരകളെ മുറിച്ചു പത്രോസ് നീന്തുകയാ. പത്രോസിന് മുൻപിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അവന് വേണ്ടി രക്തം ചുന്തിയ, അവന് വേണ്ടി ജീവൻ കൊടുത്ത ക്രിസ്തു കരയിൽ നിൽപ്പുണ്ട്. പത്രോസ് തുടയുക, കൈകാലുകൾ ആഞ്ഞു വീശി തിരകളെ മുറിച്ചുകൊണ്ട്, കടൽ തിരകളെ മുറിച്ചുകൊണ്ട് കരയിലേക്ക് നീന്തുന്ന പത്രോസിനെ നമ്മളിവിടെ കാണുകയാണ്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്ക് എല്ലാം വിട്ട് കർത്താവിന് വേണ്ടി എടുത്തു ചാടുവാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയുള്ളവരെയാണെന്ന് കർത്താവിന് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ജീവിതം കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവരെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കർത്താവിന് വേണം. ജീവിതം കർത്താവിന് വിട്ടുകൊടുത്ത് ഒന്നും നോക്കാതെ കർത്താവിനോട് ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും സാഹോദരത്തിന് പറയാൻ നല്ല എളുപ്പമാണ്.
പറയാൻ തന്നെ എളുപ്പമാണ്, പറയാൻ തന്നെ എളുപ്പമല്ല, ഇത് ജീവിക്കാൻ എളുപ്പമുള്ള കാര്യം. യേശു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്താ, വരുന്നത് മുഴുവൻ യേശു വേണ്ടി സഹിക്കാന്നുള്ള, ഏറ്റെടുക്കാന്നുള്ള, അതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. തിരകളെ മുറിച്ചുകൊണ്ട് പത്രോസ് നീന്തുകയാ. ഇനി നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വലിയ കാര്യം കൂടിയുണ്ട്. പത്രോസ് പുറങ്കുപ്പായമെടുത്ത് ധരിക്കുന്നതിന് മുൻപ് ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. കാരണം അവര് വല വലിക്കുമ്പോൾ അവർക്ക് മനസ്സിലായത് വല നിറച്ചു മത്സ്യങ്ങളുണ്ട് എന്നുള്ള കാര്യം. വല നിറച്ചു മത്സ്യമുണ്ട്. പത്രോസും ദിദിമോസും യോഹന്നാനും അവരൊന്നിച്ചു വല വലിക്കുമ്പോൾ വല നിറച്ചു മീന്. യോഹന്നാൻ പറഞ്ഞു അത് കർത്താവാണ്. അപ്പോൾ എന്ത് ചെയ്തു? പത്രോസ് വലയെന്ന് പിടിവിട്ടു. വല നിറച്ചു മത്സ്യമാ. വലയെന്ന് പിടിവിട്ടിട്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് ചാടുകയാണ്. ഉണ്ട് ഏതെങ്കിലുമൊക്കെ പിടിച്ചിരിക്കുന്ന പിടികൾ വിടാതെ ക്രിസ്തുവിനെ സ്വന്തമാക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഹല്ലേലൂയ. ചില പിടിയൊക്കെ വിട്ടേ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പിടിവിട്ടു. ഈ മത്സ്യം കരയ്ക്ക് കൊണ്ടുവന്നാൽ കറി വെച്ചു കൂട്ടാം. അന്നത്തെ കാലത്ത് ഫ്രിഡ്ജും ഒന്നുമില്ല. കുറച്ച് ദിവസം ഫ്രിഡ്ജിലെങ്കിലും വെച്ച് കറി വെക്കാമെന്ന് വിചാരിക്കാം. ഇതൊന്നുമില്ല, അതിൽ കൂടുതൽ പറ്റത്തില്ലല്ലോ. അതായത് ആ മീൻ എന്ന് പറയുന്നത് ശരിക്കും ഭൗതികതയുടെ ആ നിസ്സാരത, ശൂന്യതയാണ് നമ്മൾക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്നത്. ഇനി പത്രോസ് നീന്തി തിരകളെയൊക്കെ മുറിച്ച് നീന്തി കരക്കെത്തിയപ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? അതാണ് അതിനും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. യേശു അവിടെയുണ്ട്. അപ്പവും മീനും ഒക്കെ തയ്യാറാക്കി വെച്ച തീ കൂട്ടിയിട്ടുണ്ട്. അപ്പവും ഉണ്ട്, മീനും എല്ലാം തയ്യാറാക്കി യേശു കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തൊരു സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. അപ്പവും മീനും തയ്യാറാക്കി യേശു അവരെ കാത്തിരിക്കുകയാ. ഇത് ദൈവത്തിൻ്റെ സ്നേഹം മാത്രമല്ല, ദൈവത്തിൻ്റെ കരുതല. ദൈവത്തിൽ നിന്ന് മനുഷ്യ മക്കളിലേക്ക് ഒഴുകുന്ന മാതൃസ്നേഹത്തിന്റെ വെളിപ്പെടുത്തല. യേശു അപ്പവും മീനും ഉണ്ടാക്കി കരുതി അവിടെ ഇരിക്കുകയാ. തീ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്തിനാ? തൻ്റെ മക്കള് മീനും വലയും വെള്ളമൊക്കെ ആയിട്ട് കയറി വരുമ്പോൾ രാത്രി മുഴുവൻ കടലധ്വാനിച്ച തണുത്ത് മരവിച്ച വിറങ്ങലിച്ചാ വരുന്നത്. തീരെടുക്കുന്ന കൈയൊക്കെ നീട്ടിപ്പിടിച്ച അടുത്തിരുന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടാക്കണ്ടേ? തീ കൂട്ടിയിരിക്കുന്നു. അപ്പവും മീനും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു യേശുവുണ്ട്. ഈ യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞാൽ പിന്നെ, അതൊന്ന് അനുഭവിച്ചാൽ പിന്നെ യേശുവിനെ വിട്ട് ജീവിക്കുക എന്നത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. ഈ സ്നേഹം ക്രിസ്ത്യാനി അനുഭവിക്കാത്തതുകൊണ്ടാണ് ക്രിസ്ത്യാനി കള്ളം കുടിച്ച് തോന്നിവാസം കാണിച്ച് ജീവിക്കുന്നത്.